CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. പ്രായപരിധിയിൽ ഇളവ് നൽകാൻ ധാരണ. കടുത്ത എതിർപ്പ് മറികടന്നാണ് തീരുമാനം. ശരത് ലാൽ നൽകും വിവരങ്ങൾ. ശരത്ത്, രാജ തന്നെ CPI ജനറൽ സെക്രട്ടറി തുടരും. അമർജിത് കൗർ വരില്ല. വിവരങ്ങൾ. ഇന്നലെ രാത്രി 7 മണി മുതൽ 12:40 വരെയാണ് എക്സിക്യൂട്ടീവും കൗൺസിലും യോഗം ചേർന്നത്. കടുത്ത വാഗ്വാദത്തിന്റെ ഇടയിലും കടുത്ത എതിർപ്പിന്റെ ഇടയിലാണ് രാജ തുടരാൻ തന്നെ തീരുമാനമെടുത്തത്. രാജ തന്നെ എഴുന്നേറ്റ് നിന്ന് താൻ തുടരുമെന്നും തന്നെ ഒരു പ്രാവശ്യം കൂടി എക്സിക്യൂട്ടീവ് ജനറൽ സെക്രട്ടറി ആയിട്ട് അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കേരളത്തിലെ അംഗങ്ങളടക്കം എതിർക്കുകയും രാജ തന്നെ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഏതായാലും കേരള അംഗങ്ങളുടെ എതിർപ്പ് പാടെ അവഗണിച്ചുകൊണ്ടെങ്കിൽ കണക്കിലെടുക്കാത്തതുമാണ് മറ്റു തെലങ്കാന, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നടക്കമുള്ള പ്രതിനിധികൾ വളരെ ശക്തമായി രാജയ്ക്ക് പിന്തുണയ്ക്കുകയും രാജയ്ക്ക് ഒരവസരം കൂടി പ്രായപരിധിയിൽ ഇളവ് നൽകാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇക്കാര്യം ഇന്നലെ രാത്രി എക്സിക്യൂട്ടീവിന് ശേഷം നടന്ന കൗൺസിൽ യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുകയും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു എന്ന ഒരു പ്രതീതി വരണമെന്ന് കർക്കശമായ നിർദ്ദേശം വരികയും ചെയ്തു. എന്നാൽ ദേശീയ എക്സിക്യൂട്ടീവിൽ കേരളം, തമിഴ്നാട് തുടങ്ങിയ കർണാടക 3 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ വളരെ ശക്തമായി പ്രായപരിധി നടപ്പിലാക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തമിഴ്നാട് സെക്രട്ടറി പറഞ്ഞത് പ്രായപരിധി ഇളവ് നൽകാത്തതിനാൽ തമിഴ്നാട്ടിലെ സെക്രട്ടറി തന്നെ, പാർട്ടി സെക്രട്ടറി തന്നെ സംഘടനയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് പ്രായപരിധിക്ക് ഡി രാജയ്ക്ക് ഇളവ് നൽകിയാൽ തമിഴ്നാട്ടിൽ വളരെ സംഘടന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തമിഴ്നാട് സെക്രട്ടറി കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതുതന്നെയാണ് കേരളത്തിന്റെ നിലപാട്. കേരളത്തിൽ ദിവാകരൻ, അതേപോലെ തന്നെ വന്യൻ രവീന്ദ്രൻ, ഇപ്പോൾ ജയദേവൻ അടക്കമുള്ള എല്ലാ നേതാക്കളെയും പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ഘടകത്തിൽ തന്നെ പുറത്തായ ഒരു സാഹചര്യമാണുള്ളത്. ഒരാൾക്ക് മാത്രം പ്രായപരിധി നൽകിയാൽ ഇത് കേരളത്തിലും സംഘടനാപരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും കേരളത്തിന്റെ മുഴുവൻ അംഗങ്ങളും രാജ മാറണമെന്ന നിലപാടെടുത്തിരുന്നു. എന്നാൽ ആ നിലപാട് ഇന്നിപ്പോൾ പാടെ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും രാജയ്ക്ക് ഒരു തവണയും കൂടി പ്രായപരിധിക്ക് ഇളവ് നൽകാൻ ദേശീയ കൗൺസിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനും അടക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഡി രാജയെ സംബന്ധിച്ചാലും ഇത് അദ്ദേഹം ഒറ്റക്ക് നേടിയ ഒരു വിജയം എന്ന് തന്നെ പറയാം. തന്റെ കേരള ഘടകവും തന്റെ തട്ടകമായ തമിഴ്നാട് ഘടകവും ശക്ത രീതിയിൽ എതിർത്തിട്ടും ബീഹാർ ഘടകത്തിന്റെയും അല്ലെങ്കിൽ പശ്ചിമബംഗാൾ ഘടകത്തിന്റെയും പിന്തുണയോടുകൂടി ഡി രാജ വീണ്ടും ജനറൽ സെക്രട്ടറി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇക്കാര്യം പാർട്ടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ട് ഡി രാജ തന്നെ ആയിരിക്കും അടുത്ത 3 വർഷത്തേക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ ഇനി സംശയമില്ല. അമർജിത് കൗറിന് ഇനി ഒരു അംഗത്തിന് ഭാര്യമില്ല എന്നൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അവർ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ തുടരും. ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന ഒത്തുതീർപ്പ് നിർദ്ദേശം CPI ജനറൽ സെക്രട്ടറി ഡി രാജ തന്നെ തുടരും. സമവായത്തിന് നീക്കമുണ്ടായതോടെ രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.